ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു ചെറിയ പീസ് ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടറൊക്കെ ഇവിടെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ സമയം നമുക്കിതിലേക്ക് ഒരു മാഗി ക്യൂബ് ചിക്കൻ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നല്ല ഉപ്പ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇട്ടെടുക്കാം, അത്രേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് 3 മുട്ടയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതിൽ നിന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അതുകൂടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഓൾറെഡി ഉപ്പും അതുപോലെ കുരുമുളക് ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഉണ്ട്, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലി സോസും അതുപോലെ സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ അങ്ങനെ നമ്മളുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പിന്നെ നമ്മളുടെ വീഡിയോസ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.